അവന്തികയ്ക്കെതിരെ ട്രാൻസ്ജെൻഡർ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയുടെ വിമർശനം. ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ ഒരു നിലപാട്, സംസ്ഥാന പ്രസിഡന്റ് അമ്മയുടെ നിലപാടും അതുപോലെ ഞങ്ങൾ ആലോചിച്ച് കൂടിയെടുത്ത ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ രാഹുലേട്ടനെതിരെ പരാതിയുള്ളവരൊക്കെ കോടതിയിൽ പോകട്ടെ, അല്ലെങ്കിൽ നിയമപരമായിട്ട് പോകട്ടെ. അത് തെളിയുമ്പോൾ സ്ത്രീകൾക്കെതിരെ പുള്ളി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ കോടതി എടുക്കുന്ന നിലപാടിനോട് പൂർണ്ണമായിട്ടും ഞങ്ങൾ യോജിക്കും. അതുപോലെ പുള്ളിയുടെ ബാക്കിയുള്ള കാര്യങ്ങളിൽ പാർട്ടി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, അതിനോട് ഞങ്ങൾ യോജിച്ച് നിൽക്കും എന്നും പറഞ്ഞ് ഒരു വ്യക്തിയെ ഇത്രയും കരിവാരി തേക്കാൻ വന്ന അവന്തികയെ പോലെയുള്ള ആളുകളെ വെച്ച് ഇനി ആരും ഒരു രാഷ്ട്രീയക്കാരെ മുതലെടുക്കാതിരിക്കട്ടെ എന്ന് പറയുന്നു. എപ്പോഴും പുള്ളിക്ക് ടൈം ലൈനിൽ ഇങ്ങനെ ഫേമസ് ആവണം, വൈറലാവണം എന്നൊക്കെ അത് ചിലരുടെ ഒരു മാനസികാവസ്ഥയാണ്. പക്ഷെ കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. അല്ലെങ്കിൽ ഇങ്ങനെ രാഹുൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം സംസാരിക്കുന്നതാണ്, പേഴ്സണലി സംസാരിക്കുന്ന, പാർട്ടിപരമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. താല്പര്യമില്ലെങ്കിൽ അത് സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകളോട് വേണം. നമുക്ക് നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയുക തന്നെ വേണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച അവന്തികയ്ക്കെതിരെ ട്രാൻസ്ജെൻഡർ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അന്ന രംഗത്ത്. അവന്തിക ഉയർത്തിയ ആരോപണങ്ങളിൽ യാതൊരു വാസ്തവുമില്ലെന്നും ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അവന്തികയ്ക്ക് രാഹുലിനോട് ക്രഷുണ്ടായിരുന്നു. പാലക്കാട് BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനോടും അവന്തികയ്ക്ക് ക്രഷുണ്ടെന്ന് തന്നോട് പറഞ്ഞിട്ടുണ്ട്. ജോലി തെറിപ്പിക്കുമെന്നോ കേസ് കൊടുക്കുമെന്നോ ഭീഷണിപ്പെടുത്തി അവന്തിക പലരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട്. 50,000 രൂപ വാങ്ങി കേസുകൾ ഒതുക്കിയ സംഭവങ്ങളും അറിയാം. 4 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് 4 കേസുകൾ അവന്തിക നൽകിയിരുന്നു. അതിൽ 2 എണ്ണം പണം വാങ്ങി ഒത്തുതീർപ്പാക്കിയതാണ്. രാഹുലിനെ തേജോവധം ചെയ്യാനാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉയർത്തിയിരിക്കുന്നത്, അന്ന ആരോപിച്ചു. അവന്തിക നേരത്തെ പറഞ്ഞിരുന്നു രാഹുൽ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ആളാണെന്ന്. ഹൈദരാബാദിലേക്കും ബാംഗ്ലൂരിലേക്കും പോകാൻ രാഹുൽ നിർബന്ധിച്ചതായും അവന്തിക പറഞ്ഞിരുന്നു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.